ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, മെയിൻസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, എസ്പെഷ്യലി സ്പെഷ്യൽ ടോപ്പിക് ഏരിയയിൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കണം. മീൻസ് ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിൽ നിന്നും ചെറിയ രീതിയിലുള്ള പേരുമാറ്റങ്ങളൊക്കെയാണ്, എന്നാലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 4 വർഷമായിട്ട് നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതിൽ നിന്നും എന്താണ് എക്സാമിന്റെ ഒരു സ്ട്രാറ്റജിയും മറ്റു കാര്യങ്ങളൊന്നും സെപ്പറേറ്റഡ് ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, പലർക്കും അറിയാവുന്നതാണ്. എല്ലാ വർഷവും എക്സ്പെക്ട് ചെയ്ത് എഴുതുന്ന കുട്ടികളുണ്ട് ഈ കൂട്ടത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് പറഞ്ഞു തരിക എന്നുള്ളതല്ല, എക്സാമിനേഷൻ എഴുതുകയും അതിന്റെ എല്ലാ സ്റ്റേജുകളിലൂടെയും കടന്നു പോവുകയും ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം 2024 എക്സാമിനേഷൻ, കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷനിൽ 43ാമത്തെ റാങ്ക് കരസ്ഥമാക്കി പ്രിയാമ്പിളിനോടൊപ്പം നിൽക്കുകയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ശ്രീ നന്ദന ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. നന്ദന ഓഡിബിൾ ആണ്. സോ വെൽക്കം ടു ദിസ് പ്രോഗ്രാം നന്ദന. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് നന്ദന. സോ നന്ദന, ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യാം, അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഇതുപോലൊരു വെബിനാറിൽ ഒരു ഓഡിയനായിട്ട്, അതായത് പ്രോഗ്രാം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അത്തരം ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് കഴിഞ്ഞ വർഷം ഇതുപോലൊരു വെബിനാറിൽ നന്ദന പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ഇന്ന് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുകയും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. സോ ആ ജേർണി എന്താണെന്നുള്ളത് നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കുക. അതോടൊപ്പം നന്ദനയ്ക്ക് എക്സാമിന് സഹായിച്ചിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അറിയാമല്ലോ യൂഷ്വൽ പാറ്റേണിലാണ് എക്സാം നടന്നു പോകുന്നത്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പം എന്തൊക്കെയായിരുന്നു നന്ദനയുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നന്ദനയ്ക്ക് നല്ലൊരു റാങ്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ, നന്ദന ആദ്യം ഒരു തവണ മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. സോ അതിൽ നിന്നും രണ്ടാമത്തെ തവണ എങ്ങനെയാണ് ഈ ലിസ്റ്റിലേക്കും ഒരു നല്ല റാങ്കിലേക്കും വന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു സമയത്ത്, ഒരു പരാജയം നേരിട്ട സമയത്ത് നന്ദനയ്ക്ക് തീർച്ചയായിട്ടും നന്ദന ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നന്ദന, ഷാൽ വി സ്റ്റാർട്ട്? Sure, start ചെയ്യാം. Okay Nandana, so from this moment onwards the meeting is all yours. You can begin. Okay, thank you. എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നന്ദന കരുണാകരൻ. ഞാനിപ്പം കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ എക്സാമിന് 43ാമത്തെ റാങ്കാണ് നേടിയത്. ഇതിനു മുമ്പ് സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് 2023 സബ് ഇൻസ്പെക്ടർ എക്സാമിന് ഞാൻ മെയിൻസ് ക്ലിയർ ചെയ്തിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫിസിക്കലി ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഈ വട്ടം എന്തായാലും ആ പ്രൊസീജിയർ എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റി. അപ്പം എനിക്കിത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 എക്സാമിനും 50+ മാർക്ക് സ്കോർ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു ജേർണി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്താൽ മേ ബി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന്, ഹോപ്പ്ഫുള്ളി അത് യൂസ്ഫുൾ ആവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനൊരു കാര്യം, ഇന്നിപ്പം 2 പ്രിലിംസ് കഴിഞ്ഞു. 2025 ഡിഗ്രി പ്രിലിംസ് 2 സ്റ്റേജും കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഇപ്പം ഇത്രയും പേരിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും മേ ബി SIയുടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിട്ട് വന്നവരായിരിക്കാം. അപ്പൊ ഹോപ്പ്ഫുള്ളി അത് സക്സസ് ആയി നടക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടുന്നത്. മെയിൻസ് പ്രിപ്പറേഷൻ ഓഗസ്റ്റ് 28 ആണെന്ന് തോന്നുന്നു മെയിൻസ് എക്സാം വരുന്നത്. അപ്പം അത്ര ഒരു ലോങ് ടൈം ഒന്നും നിങ്ങളുടെ മുമ്പിൽ ഇല്ല. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യണം? റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ റിസൾട്ട് വരാൻ പോകുന്ന ഇപ്പൊ ജൂലൈ പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും. അതുവരെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം മേ ബി നിങ്ങളിൽ ഇപ്പൊ നിൽക്കുന്നത്. ഈ കൺഫ്യൂഷൻ പീരീഡ് ആണ് ശരിക്കും റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു സമയം. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഈ എക്സാം എന്നല്ല, PSCയുടെ ഒട്ടുമിക്ക എക്സാമിന്റെയും ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, 1 മാർക്കാണ് നിങ്ങളെ ഒരു 10 റാങ്ക് താഴോട്ടോ മുകളിലോട്ടോ എത്തിക്കുന്നത്. സോ ഓരോ മാർക്കിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പം 1 മാർക്ക് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എൻറ്റയർലി നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഓരോ ദിവസവും നിങ്ങൾക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നതിന്റെ നെസസിറ്റി ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്യുന്നു.
അപ്പൊ ഇനി ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ആദ്യം തന്നെ എസ് ഐ എക്സാമിന് ഫുള്ളി ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എടുത്തു വെക്കേണ്ട 2 കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ സിലബസ്. ഫസ്റ്റ് ഓഫ് ഓൾ PSC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന 100 മാർക്കിന് അവർ എന്ത് ചോദിക്കുമെന്ന് ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു സിലബസ്. അതിന്റെ പ്രിന്റ് ഔട്ട് മാൻഡേറ്ററി ആയിട്ട് ഈ ഓഗസ്റ്റ് 28 എക്സാമിന് പോകുന്നതിന്റെ അന്ന് വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പം 24-ൽ കഴിഞ്ഞ എക്സാം ഉണ്ട്, 23-ൽ കഴിഞ്ഞ എക്സാം ഉണ്ട്. ഇതാണ് കുറച്ചും കൂടി നമ്മുടെ ഇപ്പം നടക്കാൻ പോകുന്ന എക്സാമുമായിട്ട് അടുത്ത് നിൽക്കുന്ന എക്സാംസ്. സോ ഇതിന്റെ രണ്ടിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, സിലബസ് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് റിവിഷൻ മെറ്റീരിയൽ, ഇതിൽ നല്ലൊരു റിവിഷൻ മെറ്റീരിയൽ വേറെ ഇല്ല. സോ റിവിഷനും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് PSCയുടെ സിലബസ് എന്ന് പറയുന്നത്, സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ആ സിലബസിൽ നിന്ന് എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ടാണ് ഈ 2 വർഷത്തെയും ചോദ്യപേപ്പറും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പലരും ലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല. ഞാൻ ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ല. അപ്പൊ എനിക്കിത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടുന്നത്? IPC, ഞാൻ പഠിച്ചത് IPC CRPC ആണ്. നിങ്ങൾക്ക് വരുമ്പോൾ ഇപ്പൊ BNS-ഉം BNSS-ഉം ഭാരതീയ ന്യായ സംഹിത അതാണ് പഠിക്കേണ്ടുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന് ഒരു ക്ലാസ് പറ്റുവാണ് എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം അതിന്റെ എക്സ്പ്ലനേഷൻസ്, കാര്യങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് PSC ചോദിക്കും. ഓഫ് കോഴ്സ് അത് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പം അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതിനേക്കാളും എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താന്ന് പറയുന്നത് ടെസ്റ്റ് ആണ്. കാരണം ഈ 1.5 മണിക്കൂറിനകത്ത് PSCയുടെ എക്സാം ഹാളിൽ കയറി ഇരുന്ന് നമ്മൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോവുകയാണ് എങ്കിൽ, അതായത് ഈ സിലബസിനെ വെച്ച് ആദ്യമായിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റില്ല. കാരണം പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ സമയത്ത് പറ്റണമെന്നില്ല. അപ്പൊ അതേ അറ്റ്മോസ്ഫിയർ മുമ്പേ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇങ്ങനെ വളരെ ചെറിയ എന്നാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് എടുക്കുകയാണ് ശരിക്കും സക്സസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പലരും ഇപ്പൊ ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇത് പലരുടെയും ഡ്രീം ജോബ് ആകാം. ചിലപ്പം സബ് ഇൻസ്പെക്ടർ എക്സാം, ഒരു പോലീസ് ജോലി എന്ന് പറയുന്നത്. ചിലര് മേ ബി വേറെ ജോലി കിട്ടാൻ സാധ്യത, ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസ് ചിലപ്പം കട്ട് ഓഫ് കൂടുതലാണ് എങ്കിൽ SIയുടേതിന്റെ ബ്രിമ്മിൽ നിൽക്കുകയാണെങ്കിൽ കിട്ടിയാൽ എഴുതാം എന്നുള്ള രീതിയിൽ വരുന്നവർ കാണും. അങ്ങനെ പല ആംഗിളിൽ ചിന്തിക്കുന്ന, ഇനി ഇത് എന്താണ്, ഇന്നൊരു വെബിനാർ ഉണ്ട്, ഇത് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വരുന്നവർ കാണും. അപ്പൊ എന്താണ്, അങ്ങനെ നിങ്ങളുടെ ഓരോരോ ഐഡിയാസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി ഈ പ്രിലിംസിന്റെ കട്ട് ഓഫ്, ഈ പ്രഡിക്ഷൻ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ജെനുവൻലി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പ്രിലിംസ് കടക്കത്തില്ലയോ എന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് 30 മാർക്കിന് SI പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്യാം. ഒപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും, അത് 7 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിക്കുന്നത്. ഈ ഒരു 37 മാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തില്ല, നിങ്ങൾക്ക് അടുത്ത വെട്ടത്തെ ഡിഗ്രി പ്രിലിംസിനോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാംസിനോ ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഏകദേശം അതിനൊക്കെ വരുമ്പോൾ 50 മാർക്കിന് ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, നിങ്ങൾ പാസ്സായി, നിങ്ങൾക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം കളയേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി ഇപ്പം പ്രിലിംസ് കിട്ടും, SI ആവണം, സബ് ഇൻസ്പെക്ടർ ആവണം എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇക്കൂട്ടത്തിലുണ്ട് എങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുക. കാരണം 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാതെ, അത് റിവൈസ് ചെയ്യാതെ ഇന്ന് ഈ ലിസ്റ്റിൽ വന്ന ഒരാളും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി പഠിക്കാതെ അല്ലെങ്കിൽ അത് നോക്കാതെ ഒരാൾക്കും എത്താൻ പറ്റത്തില്ല. ഈ 157 പേരുള്ള മെയിൻ ലിസ്റ്റിൽ എത്താൻ പറ്റത്തില്ല. ഇന്നത് ഞാൻ റീസെന്റ് ഈ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോ കണ്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്യാണ്.
എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് ഒരു വ്യക്തിയുടെ മാർക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പം ആ വ്യക്തിക്ക് ശരിക്കും 70+ മാർക്കുണ്ട്. അതായത് ഈ സബ് ഇൻസ്പെക്ടർ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 47.33 ആണ്. ആ വ്യക്തിക്ക് 46.33 കിട്ടിയുള്ളൂ. പക്ഷെ വെയിറ്റേജും കൂടെ കൂട്ടി വന്നപ്പോഴേക്കും, അതായത് ആ ഒരു മാർക്ക്, ആ വ്യക്തി ആ എക്സാം ഹാളിൽ നിന്ന് ഒരു മാർക്ക് കൂടുതൽ മേടിച്ചിരുന്നുവെങ്കിൽ ആദ്യത്തെ 10 റാങ്കിൽ ഉണ്ടാവേണ്ടുന്ന വ്യക്തിയാണ് ആ വ്യക്തി. പക്ഷെ ആ വ്യക്തി എക്സാം ഹാളിൽ, അത് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ റീസെന്റ് ഇങ്ങനെ ആ ലിസ്റ്റ് നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാം. ഓരോ മാർക്കിന്റെയും ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതാണ്. അതായത് ആ വ്യക്തി ആ ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഒരു ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ളത് കറുപ്പിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തി 10 റാങ്ക് വന്നേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കറുപ്പിക്കാൻ പറ്റാതെ ആ വ്യക്തി സപ്ലിമെന്ററി ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ പോയതാണ്. അപ്പൊ ഓരോ മാർക്കിനും PSC എക്സാമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് സീരീസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സസ് ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഇനി ഇതിനകത്ത് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി പറയാം. ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചതെന്നുള്ളത്. ഞാൻ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് IPC CRPC കാര്യങ്ങളായിരുന്നു. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഓഫ് കോഴ്സ് ആദ്യം കവർ ചെയ്തു. അത് കവർ ചെയ്തതിന് എനിക്കൊരു രീതി ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ സിലബസ് പോലെ ആയിരുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സിലബസിനകത്ത് സെക്ഷൻസ് ക്ലിയർ കട്ടായിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെ സിലബസിനകത്ത് പ്രോപ്പർ ആയിട്ട് സെക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തത്, അവർ തന്ന സിലബസിന്റെ സൈഡിൽ സെക്ഷൻസ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ബെയർ ആക്ട്, നമ്മള് ഗൂഗിൾ ചെയ്യുക, BNSSന്റെ അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിന്റെ ഇപ്പോഴത്തെ അതിന്റെയും PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് പ്രിന്റ് എടുത്ത് വെക്കണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാം, അതല്ല എങ്കിൽ നിങ്ങൾ അതിന്റെ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന കോപ്പി വെച്ചിട്ട് പഠിക്കുക. അത് പഠിക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഇല്ലുസ്ട്രേഷൻ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ഓരോന്നിന്റെയും താഴെ എന്താണ് ആ ആക്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഒരുപാട് സമയം എടുത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ സമയത്ത് നിങ്ങൾ സബ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യം അത് കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പഠിക്കുന്നതിനോടൊപ്പം ആ ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾ ആ സിലബസിനകത്ത് മാർക്ക് ചെയ്തു പോവുക. ഈ സെക്ഷൻസ്, അതിനകത്ത് പാരലി എന്താ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ഇല്ലുസ്ട്രേഷൻസ് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് പോവുക. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്കൻഡ് ആൻഡ് തേർഡ് റിവിഷൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഒപ്പം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് തലേന്ന് നിങ്ങൾക്ക് ഇത് മാത്രം റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം അത് ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതിന്റെ ഒരു ഈ ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രിന്റ് ഔട്ടും കൂടെ നോക്കുമ്പോൾ ഞാൻ ഇത്രയും പഠിച്ചു എന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്നതിന്റെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങൾ എത്രമാത്രം കവർ ചെയ്തു എന്ന് മനസ്സിലാവും, ഇനി എത്രമാത്രം കവർ ചെയ്യണോ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് നിങ്ങളെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. സോ പ്രോപ്പർ ആയിട്ട് ബെയർ ആക്ട് വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. ആ ബെയർ ആക്ടിനകത്ത് നിന്ന് സിലബസിനകത്തോട്ട് ലിങ്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പഠിക്കുന്നത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. കാരണം നിങ്ങളിൽ പലർക്കും ലോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താലേ ഓർമ്മ നിൽക്കാൻ സാധ്യതയുള്ളൂ. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കേണ്ടതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാൽ IPC സെക്ഷൻസ് ആയിട്ട് കഴിഞ്ഞ വർഷം ഒന്നും PSC ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. 1 or 2 ചോദ്യങ്ങളാണ് അങ്ങനെ ചോദിക്കാതെ ഉള്ളത്. അതിനെക്കാട്ടിയും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാനുള്ള, ഗ്രാസ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആണ് പലപ്പോഴും PSC ചെക്ക് ചെയ്യാറുള്ളത്. സോ ഒരു കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം ചോദിച്ച ഒരു സിറ്റുവേഷൻസ് തന്നിട്ട് A കൊല്ലുന്നു, B C അങ്ങനെയൊക്കെ പക്ക ഇല്ലുസ്ട്രേഷൻസ് ബെയർ ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് എടുത്ത് ചോദിക്കുന്നത്. ചോദിച്ചിട്ട് താഴെ തന്നിരിക്കുന്നത് ഏതാണ്, ഡെത്ത് ഈ പറയുന്ന കണക്ക് കൊല്ലുവാണോ, മർഡർ ആണോ, ഡെക്കോയിറ്റി ആണോ, അങ്ങനെ എന്താണ് എന്നുള്ള രീതിയിലാണ് മോസ്റ്റ് പ്രോബബ്ലി PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതായത് നിങ്ങൾക്കൊരു കാര്യം വായിച്ചാൽ എത്രമാത്രം ഗ്രാസ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് മിക്ക ചോദ്യങ്ങളും ചോദിക്കാറുള്ളത്. അതുപോലെ ഇതിപ്പോ ഞാൻ IPC CRPC സെക്ഷന്റെ കാര്യമാണ് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ് IT ആക്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്നത്. ഇനി ഇവിടെ ട്വിസ്റ്റ് വരുന്നൊരു സബ്ജക്ട് എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജി ഈ പറയുന്ന കണക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രഷ് മെറ്റീരിയൽ എടുത്ത് വെച്ച് പഠിച്ച് നമുക്കത്
എഴുതാൻ പറ്റുമെന്നുള്ളൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈക്കോളജി കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയത് പ്രിയാമ്പിളിലെ ക്ലാസ്സസ് വെച്ചിട്ടായിരുന്നു. കുറച്ചുകൂടെ ഡെപ്തിൽ അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് കണ്ടന്റ് പറഞ്ഞു തന്നതിൽ നിന്നാണ് എനിക്ക് കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ ആ 10 മാർക്കിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ വട്ടം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് കംപ്ലീറ്റ്ലി പ്രിയാമ്പിളിലെ ടോപ്പിക് ആയിരുന്നു ഞാൻ സൈക്കോളജിക്ക് പഠിച്ചിട്ട് പോയത്. അത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് ഫോളോ അപ്പ് ചെയ്യുകയോ, അതിപ്പം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാസ് എങ്ങനെ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ടാർഗറ്റ് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു 60 മാർക്ക് അല്ലെങ്കിൽ ഇത്ര മാർക്കിൽ കൂടുതൽ എന്തായാലും നമ്മൾ സ്കോർ ചെയ്യും എന്നുള്ളത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഒരു ഇത് വെക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ഞാൻ എന്റെ പ്രിപ്പറേഷനിൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അത്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് ഞാൻ ഇത്ര മാർക്ക് സ്കോർ ചെയ്തിരിക്കും. എന്റെ ഒരു വീക്ക് സെക്ഷൻ ആണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അതെനിക്ക് പലപ്പോഴും സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഇത്ര മാർക്ക് ആയിരിക്കും സ്കോർ ചെയ്യേണ്ടുന്നത്. അപ്പം അതിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഞാൻ ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നൊരു കാര്യം കൂടെ എനിക്ക് അവിടെ വന്നു. അപ്പൊ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ഇത്ര മാർക്ക് സ്കോർ ചെയ്യും. ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യും. അപ്പൊ എനിക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് റിയലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ, ഇതാണ് എന്റെ മിസ്റ്റേക്ക്. ദെൻ എഗെയിൻ ഞാൻ അടുത്ത ടെസ്റ്റ് സീരീസിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് ഒരു മിനിമം ഒരു 3 ടെസ്റ്റ് സീരീസ് അല്ലെ 5 ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് എക്സാമിന് പോകാവുള്ളൂ. അങ്ങനെ പോകുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാവും, അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു ഐഡിയ കിട്ടുകയും നമ്മൾ എക്സാം ഹാളിൽ എക്സോസ്റ്റഡ് ആവത്തില്ല. അതാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് എഴുതുന്ന ഒരു സംഭവമായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് ഒരു 3-4 ദിവസം മുമ്പേ പഠിത്തം നിർത്തണം, കംപ്ലീറ്റ്ലി റിവിഷനിലേക്ക് പോകണം. ആ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സിലബസും ഒപ്പം ഇതുപോലെ ടെസ്റ്റ് സീരീസ് നിങ്ങൾ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഏറ്റവും പറയാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ പഠിച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും, പഠിച്ചാലേ കിട്ടൂ. അതാണ് റിയാലിറ്റി. പഠിക്കാതെ ഈ ജോലിയിൽ കയറാൻ പറ്റില്ല. ഈ ജോലി നല്ല ഒരു ജോലിയിലും കയറാൻ പറ്റില്ല. അതാണ് PSC ഇപ്പം ചെയ്തൊരു കാര്യം. പണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ എല്ലാവരും PSC പഠിക്കാൻ പോകുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ജോലിയിൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് എഴുതാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതാം, SI എഴുതാം, ഏതെങ്കിലും ഒരു ജോലി കിട്ടും. പക്ഷെ അതൊരു നല്ല ഡിസിഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം അതൊരു പ്രിലിംസിൽ മാത്രം നിർത്തിക്കൊണ്ട് അവിടുന്ന് PSC തന്നെ സ്വിച്ച് ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ആദ്യം ബോധം വേണം. എന്നിട്ട് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് പരീക്ഷ പാസ്സാവുക എന്നൊരു കോൺസെപ്റ്റിലേക്ക് PSC വന്നു. അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം SI പഠിക്കേണ്ടുന്നവർക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കേണ്ടുന്നവർക്ക് അതിൻ്റെതായ കുറെ സ്പെഷ്യൽ ടോപ്പിക്ക്, പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നെങ്കിൽ അതിൻ്റെതായ, അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ജോലിയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പോലീസ് ജോബ് വേണം എന്ന് പറഞ്ഞ് വന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ 2021 മറ്റോ ആയിരുന്നു തോന്നുന്നു ആദ്യത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ടായിരുന്നു. അന്നത്തെ SIയുടെ പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്തിരുന്നില്ല. അപ്പൊ ഞാൻ അഗെയിൻ പ്രിപ്പയർ ചെയ്തു, വീണ്ടും പഠിച്ച് 23 എന്റെ അടുത്ത പ്രിലിംസിനകത്ത് ഞാൻ ക്വാളിഫൈ ചെയ്തു, മെയിൻസും ക്വാളിഫൈ ചെയ്തു. ഞാൻ അങ്ങനെയാണ് പ്രിയാമ്പിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സൈക്കോളജിയുടെ ഒരു ഫ്രീ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ പ്രിയാമ്പിളിൽ വരുന്നത്. അങ്ങനെ ഞാൻ സൈക്കോളജിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയി. ഒപ്പം ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു 10 ടെസ്റ്റോ മറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. 1 മാസം തികച്ച് കിട്ടിയില്ല. റിസൾട്ട് വന്നു, നേരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന ഒരു 4-5 പേരൊക്കെ ചേർന്ന് രാത്രി വരെ ഇരുന്ന് പഠിച്ചൊക്കെ ആയിരുന്നു. അന്ന് പഠിച്ച ഞങ്ങൾ 2 പേരും ശരിക്കും പറഞ്ഞ ഈ വട്ടവും കഴിഞ്ഞ വട്ടവും ലിസ്റ്റിൽ വന്നു, ഈ വട്ടവും ലിസ്റ്റിൽ വന്നായിരുന്നു. അപ്പൊ ഇത് പഠിച്ചാൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് റിവിഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. മെയിൻസിന് അന്ന് എഴുതിയപ്പം ഇതുപോലെ അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ട് പ്രിപ്പറേഷൻ എല്ലാം പോയി. മെയിൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു 2023 മെയിൻസ് ഞാൻ ക്വാളിഫൈ ചെയ്യുമെന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഫിസിക്കല് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. പക്ഷെ അന്ന് എനിക്ക് പറ്റിയ ഈ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ എടുത്ത അതേ സ്ട്രാറ്റജി എനിക്ക് ഫിസിക്കലിന് അന്ന് പറ്റിയില്ല. പ്രശ്നം എന്താന്ന് വെച്ചാൽ ശരിക്കും 8 ഇവന്റ്സ് ഉള്ളതിനകത്ത് 5 ഇവന്റ്സ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം.
ഞാൻ ഈ 8 ഇവന്റ്സിനെ ഫോക്കസ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ എല്ലാ പരീക്ഷയ്ക്കും, അതിപ്പോ ഫിസിക്കൽ ആയാലും അല്ലാതെ നമ്മൾ എഴുതുന്ന എക്സാംസ് ആണെങ്കിലും ഏതിനാണെങ്കിലും എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫിസിക്കൽ എക്സാം ഞാൻ ക്വാളിഫൈ ചെയ്യാൻ ആദ്യത്തെ വട്ടം പറ്റാഞ്ഞതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ 8 ഇവന്റ്സിനെ മറന്നിട്ട് ഞാൻ ഫിസിക്കലി ആക്ടിവിറ്റികൾ ചെയ്ത് എന്റെ വെയിറ്റ് കുറയ്ക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പൊ എനിക്ക് ആ 5 ഇവന്റ്സ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ നിന്ന് ഞാൻ ശരിക്കും കംപ്ലീറ്റ്ലി ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ചു പോയ കാര്യം എനിക്ക് കിട്ടാതെ വന്ന് ഞാൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയ ഒരു ടൈം ആയിരുന്നു. അന്ന് എന്ത് ചെയ്യണം, പിറ്റേന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതിരുന്നപ്പോ എന്നെ ഇവിടുന്ന് തന്നെ പ്രിയാമ്പിളിൽ നിന്ന് തന്നെയായിരുന്നു വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇനി എക്സാം വരുവാണ്, സോ വിഷമിച്ചിരിക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എന്നോട് പറഞ്ഞ് ഞാൻ അന്ന് തൊട്ട് പ്രിപ്പറേഷൻ എഗെയിൻ സ്റ്റാർട്ട് ചെയ്തു. എന്റെ പ്രിലിംസ് ഞാൻ കൊടുത്തു. അപ്പോഴും എനിക്കറിയാം ഓക്കെ ഈ വട്ടം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, പ്രിലിംസ് എനിക്ക് കിട്ടും. മെയിൻസും ഞാൻ പിന്നെ കോൺഫിഡന്റ് ആയി. ഒരു മെയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും, നമുക്ക് ഇതിന്റെ ട്രാക്ക് മനസ്സിലാവുന്നു എന്നൊരു കാര്യം. അപ്പൊ മെയിൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തു, മെയിൻസ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്കലിനകത്ത് അടുത്ത ഒരു ചേഞ്ച്, അതൊരു ഹ്യൂജ് ചേഞ്ച് ആണ് ഞാൻ കൊണ്ടുവന്നത്. എന്റെ ആദ്യ ഫിസിക്കൽ ഞാൻ 3 മാസത്തോളം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ പാസ്സായില്ല. പക്ഷെ ഇത് ഞാൻ 1 മാസം പോലും കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ചെയ്തില്ല. എന്നിട്ട് ഞാൻ പാസ്സായത് എന്റെ സ്ട്രാറ്റജി മാറ്റിയതാണ്. കാരണം നമ്മൾ ഫെയിലിയറിൽ നിന്ന് ശരിക്കും സക്സസ് നമ്മളെ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. ഫെയിലിയേഴ്സ് ആണ് നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ ഉള്ളത്. സോ ആ ഫെയിലിയറിൽ നിന്ന് ഞാൻ അച്ചീവ് ചെയ്തൊരു കാര്യമായത് എങ്ങനെ ഈ വട്ടം സക്സസ് ആവണം എന്നുള്ളത്. അതിൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്ത ആ 8 ഇവന്റ്സും ഫോക്കസ് ചെയ്തു. ആ 8 ഇവന്റ്സും ഫോക്കസ് ചെയ്തപ്പോൾ ആദ്യത്തെ 5 ഇവന്റ് തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഹൈ ജമ്പോ ലോങ് ജമ്പോ പ്രാക്ടീസ് ചെയ്യാതെ പോയത് മാറ്റി വെച്ചിട്ട് ഈ വട്ടമായപ്പം ഹൈ ജമ്പും ലോങ് ജമ്പും പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ ഒരു രീതിയിൽ സ്ട്രാറ്റജി മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞ് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇന്റർവ്യൂ കോള് വന്നു. സോ ഇന്റർവ്യൂവിന് ചെന്നപ്പം ഈ പറയുന്ന രീതിയിൽ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ഞാൻ പ്രിയാമ്പിൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്കൊന്ന് ഇന്റലിജൻസ് ബ്യൂറോയിൽ അങ്ങാണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സാറായിരുന്നു, അരുൺ എന്ന് പറയുന്ന ഒരു സാറ്. അദ്ദേഹമായിരുന്നു എനിക്ക് ഏകദേശം ഒരു മോക്ക് ഇന്റർവ്യൂ തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എന്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ടും എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് ആ മോക്ക് ഇന്റർവ്യൂവിൽ ചോദിച്ച ഏറെക്കുറെ ഒരു 50 to 60% ക്വസ്റ്റ്യൻസ് വന്ന് എനിക്ക് ശരിക്കുള്ള PSCയുടെ ഇന്റർവ്യൂവിലും ഞാൻ ഫേസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റി. ഏകദേശം ടോപ്പ് മാർക്ക് 13 ഇന്റർവ്യൂവിന്. നമുക്ക് 20-ൽ 13 മാർക്കായിരിക്കും ടോപ്പ് വരുന്നത്. അപ്പൊ ഇതിനു മുമ്പുള്ള ലിസ്റ്റിലൊക്കെ സാധാരണ ഒരു 11, 12, 13 റേഞ്ചിൽ മാർക്ക് മിക്കവർക്കും 13 ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഈ വട്ടത്തെ റാങ്ക് ലിസ്റ്റിൽ വളരെ കുറച്ച് പേർക്കേ 13 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. 10 മാർക്ക് കിട്ടിയവരുണ്ട്, 11 മാർക്ക് കിട്ടിയ, അതായിരുന്നു കൂടുതൽ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു മാർക്ക് ശരിക്കും നിങ്ങളുടെ റാങ്കിനെ ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു റീസൺ ആവും. പക്ഷെ എനിക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു മോക്ക് ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പൊ 43-ാമത്തെ റാങ്ക്. സോ ഓഫ് കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിലൊരു റാങ്ക് ഞാൻ സ്കോർ ചെയ്തത് കൊണ്ടാണ് നിങ്ങളോട് വന്നിട്ട് എനിക്ക് ജെനുവിൻലി ഇത് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും നമ്മൾ ഇടുന്ന ഹാർഡ് വർക്കിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ കൂട്ടത്തിൽ പറഞ്ഞ കണക്ക് SI ആവണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആൾക്കാർ കാണും, അല്ലാത്തവരും കാണും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ജേർണി ഇപ്പൊ ഏത് പരീക്ഷയായാലും 1 വർഷത്തെ പ്രോസസ്സാണ്. ഇപ്പൊ പ്രിലിംസ് മെനങ്ങാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഇനി ഇതിന്റെ മെയിൻസിന്റെ സമയം, പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്കൽ ഉണ്ടെങ്കിൽ ഫിസിക്കല്, പിന്നെ ഇന്റർവ്യൂ. ഇത് ഒരു വർഷത്തെ പ്രോസസ്സാണ്. ഇനി അടുത്ത SIയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2026 ജൂൺ 10-ന് നിങ്ങളുടെ റിസൾട്ട് വരും. അതുവരെ നിങ്ങൾ ഈ 1 വർഷം നിങ്ങൾ ഒരേ വിൽ പവറിൽ നിൽക്കുക എന്ന് പറയുക ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ മോട്ടിവേഷൻ കുറയാം. ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും ആൾക്കാർ, ഇപ്പൊ 14 പേരോ 20 പേരോ എത്ര പേരാന്ന് വെച്ചാൽ ആ അത്രയും പേർക്കും 20 ബാക്ക് സ്റ്റോറീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ എക്സാം ഹാളിൽ കയറുന്ന 1000 പേർക്ക് 1000 കഥകൾ കാണുമായിരിക്കും സർവൈവ് ചെയ്യാനുള്ളത്. അത് ഓരോന്നും വ്യത്യാസമാണ്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന 100 ചോദ്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ ഉത്തരം കൊടുക്കുന്നു, അത് മാത്രമാണ് ഇമ്പോർട്ടന്റ്.
സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്, ചിലപ്പം ചിലരുടെ മാരേജ് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാണും, ചിലപ്പം എന്തെങ്കിലും ഫാമിലി ബേർഡൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കാണും, ഒക്കെ കാണും. പക്ഷെ ഇതൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് യാതൊരു രീതിയിലും എക്സ്ക്യൂസുകൾ ആവുന്നില്ല. സോ നമ്മളെ പ്രോപ്പർ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ, ഈ ഒരു വർഷം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് മറ്റൊരാളെയും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, നിങ്ങളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എന്നും രാവിലെ 5 മണിക്കോ എപ്പോഴാന്ന് വെച്ചാൽ എണീപ്പിച്ച് നിങ്ങളുടെ അന്നത്തെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ നിങ്ങളുടെ ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടായേ മതിയാവൂ. ഈ ഒരു വർഷമെങ്കിലും അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസിൽ എത്താൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഇന്ന് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഒപ്പം ഈ ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് എന്തായാലും കയ്യിൽ കരുതുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് PSC ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് റിയലൈസ് ചെയ്യുക. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോവാം. ആൻഡ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആൻഡ് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ നന്ദനയുടെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്നുള്ളതും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ചോദിക്കാം. സോ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി, മെസ്സേജസ് ആയിട്ട് ടൈപ്പ് ചെയ്താലും മതി. ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? നന്ദന കേൾക്കുന്നില്ലേ? കേൾക്കാം സർ. ഓക്കെ ഓക്കെ. നന്ദനയുടെ കാര്യങ്ങളൊക്കെ. ഗുഡ് ഈവനിങ് മാഡം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. മാഡം, എൻ്റെ പേര് നസീർ എന്നാണ്. ഞാനും SI ആണ് മെയിൻ PSC ഫോക്കസ് ചെയ്യുന്നത് തന്നെ SI ആണ്. എനിക്ക് ലാസ്റ്റ് 2 ടൈംസും എഴുതിയിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഒരു പ്രൈവറ്റ് ജോബ് ചെയ്യുകയായിരുന്നു. അതിന്റെ കൂടെ തന്നെയായിരുന്നു ഈ സ്റ്റഡീസും കൊണ്ടുപോയത്. സോ ഈ ഇയർ SI നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഞാനത് ജോബ് റിസൈൻ ചെയ്ത് ഇതിനു വേണ്ടിയിരുന്നു 6 മന്ത്. അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനും പൊട്ടൻഷ്യലും എനിക്ക് 2 ഡേയ്സ് മുമ്പ് കഴിഞ്ഞ എക്സാമിൽ എനിക്ക് അറിയാൻ പറ്റി. പിന്നെ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കുറവ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സോൾഡ് കീ നോക്കി എനിക്ക് 50 മാർക്കാണ് ഉള്ളത്. സോ എനിക്ക് ക്വാളിഫൈഡ് ആകുമെന്ന് ചെറിയൊരു ടെൻഷൻ. അതാ ആക്ച്വലി ഇതിനെനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ശരിക്കും നസീർ എന്നല്ലേ പറഞ്ഞത്? നസീറിനെ പോലുള്ള ആൾക്കാരാണ് ശരിക്കും ഈ സബ് ഇൻസ്പെക്ടർ എക്സാമിനോട്ട് വരേണ്ടത്. കാരണം വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അതിനെക്കാട്ടും ഈ ജോലിയോട് ഒരു പാഷൻ ഉണ്ടായിട്ട് പ്രൈവറ്റ് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. ഓഫ് കോഴ്സ് അതിന്റെ റിസൾട്ട് എന്തായാലും ഈ റിസൾട്ട് വരുമ്പോൾ കാണും. കാരണം 50 മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെട്ടമാണെങ്കിലും SIയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 45-47 റേഞ്ച് അതിൽ താഴേക്ക് വന്നിട്ടുള്ളൂ. സോ ഈ വെട്ടവും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജ് 62% പേരെ കണ്ട അറ്റൻഡൻസ് ഉള്ളത്, സെക്കൻഡ് സ്റ്റേജ് 61, അത്രയും പെർസെന്റേജ് ആണ് അറ്റൻഡൻസ് ഉള്ളതെന്നാണ് ഞാൻ കണ്ടത്. അപ്പം അറ്റൻഡൻസ്, പിന്നെ ആളുകൾ എങ്ങനെയാണ് അപ്പിയർ ചെയ്ത്, ഇതിന്റെ എല്ലാം ബേസിസിൽ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്. 50 മാർക്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്കോറാണ്. ഓഫ് കോഴ്സ് എന്തായാലും SIയുടെ പ്രിലിംസ് കടക്കാൻ ഒരു 95% കൂടുതലും സ്കോപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പൊ തൊട്ട്, ഇന്ന് ഈ നിമിഷം തൊട്ടേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ ദിവസം തൊട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ശരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം പ്രിലിംസിന് എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് ഒരു കാര്യമല്ല. പ്രിലിംസ് കടന്നാൽ മതി. അവർ പറയുന്ന കട്ട് ഓഫ് എത്രയാണോ ആ കട്ട് ഓഫ് കടന്നാൽ മതി. ഓക്കെ, മെയിൻസിലെ ഓരോ മാർക്കുമാണ് നമ്മൾ ഇനി കൗണ്ട് ചെയ്യുന്നത്. സോ ഇപ്പം കിട്ടുവോ കിട്ടത്തില്ലയോ എന്നുള്ള ഒരു അൺസർട്ടിനിറ്റിയിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് നാളെ തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം നസീറിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഇപ്പൊ പ്രിലിംസ് എഴുതുമ്പോൾ അറിയാലോ, എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് പാടാണ്, അല്ലെങ്കിൽ മാത്സ് എനിക്ക് കറക്റ്റ് സമയത്ത് ഇപ്പൊ 20 ക്വസ്റ്റ്യൻസിനകത്ത് 15 എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ 12 ചെയ്യാൻ പറ്റുന്നുള്ളൂ. മലയാളം 10 എണ്ണത്തിനകത്ത് ഞാൻ 7 എണ്ണം ശരിയാക്കുന്നു, ബാക്കി തെറ്റിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മളുടേതായ ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ കാണും. അത് ഈ ഒരു സമയം കൊണ്ട് റെക്ടിഫൈ ചെയ്യുക.
ഇപ്പം എന്നാണോ പ്രിലിംസ് റിസൾട്ട് വരുന്നത് അതുവരെ ആ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യുക. ഒപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന കണക്ക് അതിന്റെ ഏത് മെറ്റീരിയൽ ആണോ പഠിക്കുന്നത് ആ മെറ്റീരിയൽ 7 മാർക്കിന് ഈ പരീക്ഷയ്ക്ക് കൊണ്ട് എല്ലാ പരീക്ഷയ്ക്കും ഉള്ളതാണ്. അത് ഫോക്കസ് ചെയ്യുക. പിന്നെ നസീറിന്റെ ഈ മാർക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ഫോക്കസ് ചെയ്തും തുടങ്ങുക. ഏകദേശം ഇത്രയും പാഷനായിട്ട് ഇപ്പം ജോലി വിട്ടിട്ട് നിൽക്കുന്ന ഒരാള് ഒരു ദിവസം മാക്സിമം പഠിക്കാൻ പറ്റുന്ന സമയം ഇത്രയും മിക്സ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കുന്നു, ഒപ്പം ഇടയ്ക്ക് ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷോ മാത്സോ മലയാളമോ ചേർക്കുന്നു. പിന്നെ ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇതിന് 3നും കൂടെ 9 മാർക്കേ നിങ്ങൾക്ക് എസ്ഐ എക്സാമിനുള്ളൂ. അതിന് ഒരുപാട് എഫേർട്ട് ഇടണ്ടെന്ന് ഞാൻ പറയും. നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ടൊന്ന് ഇപ്പം നമുക്കറിയാം എക്കണോമിക്സിന് എങ്ങനെ പോയാലും ഒരു 5 ഇയർ പ്ലാന്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു നീതി ആയോഗിന്റെ ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഒന്ന് GST കൗൺസിലോ എന്തെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പൊ അങ്ങനത്തെ PSCയുടെ സ്ഥിരം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. ഒപ്പം ഈ പറയുന്ന കണക്ക് ഗവേണൻസിന്റെ പാർട്ട് അത്യാവശ്യം നോക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ വരുന്ന കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് 5 മാർക്കിന് വരുന്നത്. ലൈഫ് സയൻസിൽ ഈ പറയുന്ന കണക്ക് വൈറ്റമിൻസിന്റെ ചോദ്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് കുറെ നാള് PSC ഇങ്ങനെ നോക്കാൻ പറയും. PSC സ്ഥിരം ചോദിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഈ സാധനം റിപ്പീറ്റ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യുക, അവിടെ തെറ്റിക്കാതിരിക്കുക. ഇനി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്യുന്നു 10ൽ കൂടുതൽ നെഗറ്റീവ്, 10 മാക്സിമം, അതിൽ കൂടുതൽ നെഗറ്റീവ് മെയിൻസിന് വരാനേ പാടില്ല. കാരണം അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു കാര്യവും കൂടെ ഓർത്ത് വെച്ചിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു മൈൻഡ് ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ടോപ്പ് 10-നകത്ത് തന്നെ റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു മൈൻഡ് സെറ്റിൽ ഇപ്പൊ 2 വട്ടം പ്രിലിംസ് കിട്ടാഞ്ഞപ്പം ഈ ഒരു മൈൻഡ് എടുത്തിട്ട് വന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഒപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം ചെറിയ ഓട്ടവും കാര്യങ്ങളും ഒക്കെ. കാരണം ഫിസിക്കല് പാസ്സാവുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതും കുറച്ച് എഫേർട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം മെയിൻസ് പാസ്സായിട്ട് ഫിസിക്കല് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ഭയങ്കര വലുതാണ്. ഇപ്പൊ ഈ വട്ടം തന്നെ 600-700 പേര് ആയിരുന്നു മെയിൻസ് പാസ്സായത്. അതിൽ നിന്ന് 158 പേരിലേക്കാണ് അല്ലെങ്കിൽ 157 പേരിലേക്കാണ് മെയിൻ ലിസ്റ്റില് ചുരുങ്ങിയത് ഫിസിക്കല് പാസ്സായവർ. അപ്പൊ അത്രയും പേര് പുറത്തായത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മൾ ഇനി ഈ പരീക്ഷയിൽ പുറത്താകാൻ പാടില്ല. സോ ഏത് രീതിയിലാണെങ്കിലും ഫുൾ പൊട്ടൻഷ്യലും ഈ ടൈമിൽ യൂസ് ചെയ്ത് ഉറപ്പായിട്ടും ഈ വട്ടം ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. നസീറിന് കിട്ടിയ 51 മാർക്ക് എന്ന് പറയുന്നത് കുറവല്ല, ചെയ്യാനുള്ള മാർക്ക് തന്നെയാണ്. അപ്പം ഇനി എന്ത് വേണം, അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ വീക്ക് ഏരിയാസ് എല്ലാം, എസ്പെഷ്യലി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏരിയ വരുമ്പോൾ അത് കുറച്ച് കൺഫ്യൂസിംഗ് ഒക്കെയാണ്. ഈ പറഞ്ഞതുപോലെ ലോ ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് ജോബ് അതിനുമായിട്ട് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയാസ് നമ്മൾ വൺസ് അത് ഒന്ന് ഒരു തവണ റിവിഷൻ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു റിസൾട്ട് വരുന്ന ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു 1 ടൈം പഠിച്ച് നമുക്ക് നെക്സ്റ്റ് റിവിഷന് വേണ്ട നോട്ട്സും ഒക്കെ ആയി നമ്മളൊന്ന് സ്ട്രക്ചേർഡ് ആയിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ചെറുതൊന്നും ആയിരിക്കത്തില്ല. പിന്നെ നമുക്ക് എന്താണ്, നമ്മളുടെ ആ ഒരു ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അതിനെ തിരിച്ചു മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതോടൊപ്പം PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം പഠിച്ചതിൽ എങ്ങനെ നമുക്ക് ആ PYQ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്, അവിടെ നിന്ന് നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നമുക്ക് എവിടെയാണ് സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ എന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആക്കുക. ആൻഡ് ഇതൊരു ചെറിയ മാർക്കല്ല ഈ 51 എന്ന് പറയുന്നത്. കാരണം ഒരു ലാർജ് ബണ്ടിൽ ഓഫ് സ്റ്റുഡൻസിനെ ആയിരിക്കും മെയിൻസിന് സെലക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഉണ്ട്, നന്നായി പഠിക്കാൻ അറിയാവുന്നവർക്ക് ഫിസിക്കൽ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ ഈ ഫിസിക്കൽ കിട്ടേണ്ട ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ PSC നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആയിരിക്കും എടുക്കുന്നത്. 45-ന് മുകളിലോട്ടൊന്നും കട്ട് ഓഫ് പോകില്ല. അപ്പൊ എന്തായാലും പഠിച്ചു തുടങ്ങുക കേട്ടോ, വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. സോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കാം. ഇന്റർവ്യൂ ഇംഗ്ലീഷ് ആയിരിക്കുമോ? എന്തിനാണ്? ഓക്കെ, ഇന്റർവ്യൂ 2 രീതിയിലുണ്ട് ശരിക്കും പറഞ്ഞ. അതായത് നമ്മളുടെ പാനൽ ഏതാണ് എന്നുള്ളതനുസരിച്ചിരിക്കും. ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉത്തരം കൊടുക്കാം, മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ കൊടുക്കാം. പക്ഷെ സത്യത്തിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ മൊത്തം മലയാളത്തിലാണ് ചോദിക്കാറുള്ളത്. കാരണം PSC മെമ്പേഴ്സിൽ ഒരാളായിരിക്കും ബോർഡ് ഹെഡ് ചെയ്യുന്നത്.
അപ്പം 12-14 PSC മെമ്പേഴ്സ് ഉള്ളതിനകത്ത് ഒരു വ്യക്തിയായിരിക്കും ബോർഡ് ഹെഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂവിന്, സബ് ഇൻസ്പെക്ടറിന്റെ ഇന്റർവ്യൂവിന് ഒരു IPS ഓഫീസർ കാണും, ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഓഫീസർ കാണും, പിന്നെ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് കാണും, പിന്നെ വേറെ ഒരു സൈക്കോളജിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ആളും കൂടെ. അങ്ങനെ 4 പേരായിരിക്കും ഈ പാനലിൽ വരുന്നത്. അപ്പം ഇവര് മോസ്റ്റ് പ്രോബബ്ലി PSC മെമ്പേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ IPSകാർ വന്നിരിക്കുന്ന IPSകാർ നോൺ മലയാളീസ് ആണ് എങ്കിൽ ഇംഗ്ലീഷ് ചോദ്യം വരാം. അവിടാണ് ഞാൻ പറഞ്ഞത് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയവര് മലയാളത്തിൽ തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം വന്നതിനകത്ത് ഞാൻ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നതായിട്ട് ഞാൻ കേട്ടതേയില്ല. പകരം ICC CBSE ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾ ഫേസ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ജോലിയിൽ പിടിച്ചു നിൽക്കുവോ, സർവൈവ് ചെയ്യുവോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടിട്ടും ഉണ്ടായിരുന്നത്. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നതും ഏകദേശം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു ചോദ്യമായിരുന്നു. അതായത് എന്നെ പോലീസിൽ എടുക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്നൊരു രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു നമ്മളുടെ കഴിവല്ല ശരിക്കും, അതായത് പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായി വന്ന് അവിടെ ഇരിക്കുന്നവരാണ്. സോ നിങ്ങളുടെ നോളജ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ല. പകരം ആസ് എ പോലീസ് ഓഫീസർ നിങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങൾ അത് തന്നെ ഓരോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. അതിന് ചിലർക്ക് കഴിഞ്ഞ വട്ടം ചോദിച്ച ചോദ്യത്തിന് 13 മാർക്ക് കിട്ടിയ വ്യക്തിക്ക് ഈ വട്ടം വേറൊരു ബോർഡായപ്പോൾ 12 മാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം ഇപ്പൊ IPC സെഷൻ പെട്ടെന്ന് കയറി ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയണമെന്നില്ല, അല്ലെങ്കിൽ CRPC ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി പറയാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പൊ ഒരു സാഹചര്യം തരാം. പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങളാണ് അവിടെ ഒരു ഓഫീസറായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ആസ് എ സബ് ഇൻസ്പെക്ടർ നിങ്ങൾ ഒരു ഭാഗത്ത് തീപിടുത്തവും ഒരു ഭാഗത്ത് ഒരു ആക്സിഡന്റ് നടക്കുന്നു. നിങ്ങൾ എന്ത് സ്റ്റെപ്പ് ആയിരിക്കും എടുക്കുന്നത്? ഇതുപോലുള്ള കുറെ കേസ് സ്റ്റഡി സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എങ്ങനെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് അതിനൊരു ഇത് പറയുന്നത്. അപ്പം ആസ് എ പോലീസ് ഓഫീസർ ഈ വ്യക്തി കൊള്ളാമോ എന്നുള്ള രീതിയിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി അവര് അനലൈസ് ചെയ്യാറുള്ളത്. ഇന്റർവ്യൂ അല്ലാതെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാറില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ എക്സാമില് PYQന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറയാമോ? PSCയുടെ മെയിൻ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ആയാലും അതിപ്പോ ഈ IPSC ഒക്കെ മാറി BNS ആയല്ലോ, അപ്പൊ അതിന്റെ ചേഞ്ച് നമ്മൾ എങ്ങനെയാണ് ഇനി പുതിയത് ആദ്യമായിട്ട് നടത്തുമ്പോ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഇതിന്റെ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം 1 സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക, 2 നിങ്ങളുടെ ഈ കഴിഞ്ഞ 2 വർഷത്തെയും സബ് ഇൻസ്പെക്ടർ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ IPC സെക്ഷനും BNSും തമ്മിലുള്ള വ്യത്യാസം ആസ് എ ഞാൻ പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. IPC എന്ന് പറയുന്നത് 1860 വന്ന, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നൊരു കാര്യമാണ്. അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? ഇത്രയും വർഷം നമ്മൾ റീപ്ലേസ് ചെയ്യാതെ വെച്ചിരുന്ന ഒരു കാര്യത്തെ ഇന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ളൊരു ബോധം ഒരു സബ് ഇൻസ്പെക്ടർ എക്സാം എഴുതേണ്ടുന്ന ആള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ അതിനെ ലാംഗ്വേജ് മാറ്റിയതാണോ, എന്തൊക്കെയാണ് കണ്ടന്റ് വൈസ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പൊ സെഡീഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. അവര് പറയുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന പോളിസീസിനെ എഗൻസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ 2023 വരെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു കാര്യമായിരുന്നു. അത് BNS വന്നപ്പം എടുത്തു കളഞ്ഞു. പിന്നെ ടെററിസം പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തു. പിന്നെ ഈ നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു ഡിജിറ്റൽ ഇന്ത്യ സെറ്റപ്പ് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം സൈബർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സൈബർ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇതൊന്നും 1860 വന്ന IPCയിലൊന്നും ഉൾക്കൊള്ളിക്കുന്ന കാര്യമേ അല്ല. അപ്പൊ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്ന ഒരു രീതിയിൽ പുതുതായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പം ഗവൺമെന്റ് ഈ രീതിയിലൊരു ചേഞ്ച് കൊണ്ടുവന്ന് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ആൻ ഇന്ത്യൻ, നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ആ ചേഞ്ച് എന്നുള്ളത്.
അത് എക്സാം പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ 5 മാർക്കിന്റെ BNS-ൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് 5 സെക്ഷൻസ് എടുത്തു വെച്ച് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ രീതിയിൽ ചോദിക്കുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ PSCക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് ഉണ്ട്. ഇപ്പൊ വുമൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, അത് മിക്കപ്പോഴും എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. ഒഫൻസസ് അഗൈൻസ്റ്റ് വിമൻ, ചിൽഡ്രൻ പോലുള്ള ഹെഡിങ്ങിൽ വരുന്ന കാര്യത്തിൽ നിന്ന് ഡൗറി ഡെത്തോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ചോദ്യം മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവുന്നതാണ്. അത് മിക്കപ്പോഴും ചോദ്യം വരുന്ന ഒരു പെർസ്പെക്റ്റീവും ഇപ്പം ഏജ് പറയുന്നുണ്ടായിരിക്കും. 7 വർഷം എന്നുള്ളത് ഡൗറി ഡെത്ത് ആയിട്ട് കണക്ക് കൂട്ടുന്നത് 7 വർഷത്തിന്, കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് മുമ്പ് അസ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി മരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ടേംസ്, ഈ പറഞ്ഞ കണക്ക് ജനറൽ എക്സെപ്ഷൻസ് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ കുറെ ഇയേഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പറയും. പിന്നെ ജനറൽ എക്സെപ്ഷൻസ്, കഴിഞ്ഞ വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജനറൽ എക്സെപ്ഷൻസിന്റെ ഒരു 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് റോങ് ആയിട്ടുള്ളത് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ഏതാണോ ആ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് നിങ്ങൾക്ക് കറക്റ്റിന് അറിയാൻ പറ്റണം എന്താണ് ഈ ഒരു ഹെഡിങ്. കൃത്യമായിട്ട് സിലബസിൽ ഹെഡിങ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഹെഡിങ്ങിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒപ്പം സെക്ഷൻസ് ചോദിക്കില്ലെന്നല്ല പറയുന്നത്, സെക്ഷൻസും എടുത്ത് ചോദിക്കാം. ഈ വട്ടം സിലബസിനകത്ത് കൃത്യമായിട്ട് സെക്ഷൻസ് തന്നിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പോസിബിലിറ്റി കൂടുതലാണ് സെക്ഷൻസ് ആയിട്ട് തന്നെ എടുത്തു ചോദിക്കാനായിട്ടുള്ള സാധ്യത കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കൂടുതലാണ്. സോ ഇതിനകത്ത് പഠിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ PSCയുടെ ഫേവറേറ്റ് ടോപ്പിക് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക. 2023 ചോദിച്ച അതേ ഫേവറേറ്റ് സാധനങ്ങൾ 24 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതേ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും 25-ലും ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതൽ. ആ സാധ്യതയുള്ള ഭാഗങ്ങളെ ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് ആദ്യം പഠിച്ചു തീർക്കുക. ഓർഡറിൽ തന്നിരിക്കുന്ന സിലബസ് പഠിച്ചു തീർക്കുന്നതിനെക്കാട്ടിയും നല്ലത് ആദ്യം ഏതാണോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുക, ആ പോർഷൻ പഠിച്ചു തീർക്കുക. എഗെയിൻ പിന്നീട് ഓരോ CRPC-ലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ കണക്ക് വാറന്റ്, സമൺസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോ BNS ആയാലും IPC, CRPC ആയാലും BNSS ആയാലും വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല. വാറന്റ്, സമൺസും എന്താണോ അതൊക്കെ തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ വാറന്റ് കേസ് അല്ലെ കൊഗ്നിസിബിൾ ഒഫൻസ് എന്താണ്, നോൺ കൊഗ്നിസിബിൾ, അങ്ങനെ ഓരോ ടേംസ് ഉണ്ട്. ആ സാധനങ്ങൾ എന്താണെന്ന് ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇത് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ LLB ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിന്ന് വന്നവരല്ലെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം അവർ ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇത് പണ്ട് ഇത് ട്രെയിനിങ്ങിന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ആ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്നേ പഠിക്കാൻ തരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിന് കേപ്പബിലിറ്റി ഉള്ളവരെ മതി ഞങ്ങൾക്ക് ഇനി പഠിപ്പിക്കാൻ എന്നൊരു ആംഗിൾ ആയിരിക്കാം PSC ചിലപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സ്ട്രാറ്റജിയും പോകുന്നത്. അപ്പം ഇൻഡെപ്ത് നോളജിനെക്കാട്ടിയും കൂടുതലും വേണ്ടുന്നത് ശരിക്കും ഒരു ലേമാന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി ഈ പറയുന്ന ലോ അല്ലെങ്കിൽ അങ്ങനത്തെ. പിന്നെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും. എനിക്ക് തോന്നുന്നു 2023 IPC-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ചോദ്യങ്ങള് ഒരു സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലായി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അങ്ങനത്തെ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലായിരിക്കാം വരാൻ സാധ്യത. അതുകൊണ്ട് PYQ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹൗ ടു ക്രാക്ക് ദിസ് സൈക്കോളജി മൊഡ്യൂൾ ശരിക്കും ഏത് സോഴ്സ് ആണ് അതിനായി യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, സൈക്കോളജിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സൈക്കോളജി. ഞാൻ ഇവിടെ പ്രിയാമ്പിളിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി പറയുകയാണ്, എനിക്ക് നിങ്ങൾക്ക് അത് എത്രമാത്രം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രിയാമ്പിളിൽ ആദ്യമായിട്ട് വരുന്നത് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ശരിക്കും അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യും. ഈ പറയുന്ന നമ്മുടെ സിലബസിൽ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൂഗിൾ ചെയ്തായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ കൊണ്ടത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തത് പ്രിയാമ്പിളിലെ ക്ലാസ് ആയിരുന്നു. പ്രിയാമ്പിളിലെ ക്ലാസ്സും ഒപ്പം സൈക്കോളജിയുടെ ടെസ്റ്റും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലാതെ എനിക്ക് തോന്നുന്നു SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിൽ നിന്ന് ഞാൻ ബേസിക് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഞാൻ ശരിക്കും ഇവിടുത്തെ മെറ്റീരിയൽസ് തന്നെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ വട്ടം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 8 അല്ലെങ്കിൽ 7 ആവറേജ് എക്സ്പെക്ട് ചെയ്താ പോയത്. പക്ഷെ എനിക്ക് അതിനകത്ത് 4 മാർക്കൊക്കെയാണ് സ്കോർ ചെയ്യാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ആ എക്സാമിന് സൈക്കോളജിക്ക് അതൊരു നല്ല സ്കോർ ആയിരുന്നു. ബിക്കോസ് സൈക്കോളജി അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു ഞാൻ എഴുതിയ ടൈമില്. കാരണം ഞാൻ ഫോളോ ചെയ്ത ഒരിടത്തും വേറെ എനിക്കത് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് ഇവിടുത്തെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ മറ്റ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ താങ്ക് യു നന്ദന. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ നന്ദനയുടെ എക്സ്പീരിയൻസും ഒക്കെ ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാല്യുബിൾ ആയിരുന്നു, വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഫിസിക്കലും ഒക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രിയാമ്പിളിന് എന്ത് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിലൂടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ നിലവിൽ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ്, ക്ലാസ് നോട്ട്സ്, അതേപോലെ തന്നെ ക്ലാസ് ടെസ്റ്റ്. അതായത് ഇപ്പൊ സൈക്കോളജിയുടെ കാര്യം തന്നെ ചോദിച്ചു. അപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സിലബസ്, നിങ്ങൾ സൈക്കോളജിയുടെ സിലബസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കാണത്തില്ല നിങ്ങൾക്ക്, അത് എനിക്ക് ഉറപ്പാണ്. സൈക്കോളജിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് കുറെ ടേംസ് പോലും, ആ വേർഡ്സ് പോലും പുതിയതായിരിക്കും, അതിന്റെ മീനിങ് പോലും അറിയത്തില്ലായിരിക്കും. ഈ സൈക്കോളജിയുടെ ഈ 5 യൂണിറ്റുകളായിട്ട് തന്നിട്ടുള്ള കണ്ടന്റ്, ഇതിനെ നിങ്ങൾ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പറയുന്ന 5 യൂണിറ്റിനകത്ത് കൊടുത്തിട്ടുള്ള സബ് ടോപ്പിക്കുകളുടെ അകത്ത് നിന്ന് നിങ്ങളിപ്പം നന്ദന് പറഞ്ഞതുപോലെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ധാരണ വരും, ഇതൊക്കെയാണല്ലോ ഈ സാധനം എന്നുള്ളത്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു സ്ട്രക്ചറിന്റെ പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ കൂടി വരും. അത് സൈക്കോളജിയുടെ സിലബസ്, സൈക്കോളജി ഡീകോഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ നോക്കാവുന്നുണ്ടെങ്കിൽ ഇതിനും അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചാലേ ഈ സ്ട്രക്ചറിനകത്തുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അതിന് വേണ്ടി വരും. മാത്രവുമല്ല, സൈക്കോളജിയിൽ ഡിഗ്രി എടുത്തിട്ടാണ് എല്ലാവരും വന്നത് എന്ന ധാരണയിലുള്ള ചോദ്യങ്ങളാണ് ഈ നന്ദന എഴുതിയ എക്സാമിന്റെ ആ ഒരു ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നന്ദനയ്ക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മാർക്ക് കുറഞ്ഞു പോയത്. അതായത് സൈക്കോളജി വളരെ പാടാണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്, അധികം ആർക്കും അറിയത്തില്ല, സ്കൂൾ ലെവലിലൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല, ഡിഗ്രിയിലും കോമൺ ആയിട്ട് കാണുന്നതുമല്ല. അപ്പൊ എന്നിരുന്നാൽ പോലും സൈക്കോളജിയിൽ നന്നായി പഠിച്ചിട്ട് വരുന്നവരെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജി എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്നത് പോലെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും തുടർന്ന് അങ്ങോട്ട് വരുന്ന വർഷങ്ങളിലും നമ്മൾ ആ ഡിഫിക്കൽട്ടി ലെവൽ എക്സ്പെക്ട് ചെയ്ത് തന്നെ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സൈക്കോളജി അടക്കമുള്ള സബ്ജക്റ്റുകൾ, നമ്മൾ സൈക്കോളജി മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, സൈക്കോളജി അടക്കമുള്ള സബ്ജക്റ്റുകൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിന് പുറത്തുകൂടി ഒന്ന് പോകേണ്ടതായിട്ട് വരും. എന്നിരുന്നാലേ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, എന്നിരുന്നാലും നമുക്ക് അതിൽ ഉത്തരവും എഴുതാൻ പറ്റത്തുള്ളൂ. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മളിപ്പോൾ 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റിന്റെയും ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ടോപ്പിക്കുകൾക്ക് ഓരോ ടോപ്പിക്കിന്റെയും നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആ പെർട്ടിക്കുലർ നോട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് ടെസ്റ്റുകൾ അതും അവൈലബിൾ ആയിരിക്കും. ഇതടങ്ങുന്ന ഒരു പാക്കേജ് 1500 രൂപയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് പ്രിയാമ്പിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിന്റെയും, സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ സൈക്കോളജി, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മറ്റ് ഏരിയാസ് ആണെന്നെങ്കിൽ അങ്ങനെ ഓരോ ടോപ്പിക്കിന്റെയും എന്താണ് ക്ലാസ്സുകളുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഡെമോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡെമോ സെഷൻസ് നിങ്ങൾക്ക് കയറി കണ്ടു നോക്കുകയും ക്ലാസ്സുകൾ എന്താണെന്നുള്ളതും സിലബസിന്റെ ഡിസ്കഷൻ എന്താണെന്നുള്ളതും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അതാത് അധ്യാപകർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് സ്ക്രീൻ വിസിബിൾ ആണെന്ന് തോന്നുന്നു. വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ ആണ്. വിസിബിൾ ആണ്. ഓക്കെ. അപ്പം ഞാനിതിപ്പോൾ വെബ്സൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ ക്ലാസ്സുകൾ കാണാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടറിന്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റുകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ, നിലവിൽ ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് നോക്കാൻ പറ്റും, ഡെമോ സെഷൻസ് കാണാൻ പറ്റും, ഓരോ ടോപ്പിക്കിന്റെയും അതേപോലെ തന്നെ ആക്സസ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലാസിന്റെ പാക്കേജ്, ഇതൊരു റെക്കോർഡഡ് സെഷൻ ആണ്. ഓരോ ടോപ്പിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ നോട്ട്സ് ഉണ്ടാവും, അതിന്റെ ടെസ്റ്റ് ഉണ്ടാവും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ഇല്ലാതെ തന്നെ എന്താണ്
പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒരു ബുക്കിനകത്തേക്ക് നിങ്ങളുടെ പഠനത്തെ കൊണ്ടുവരാതെ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ക്ലാസ്സുകൾ കാണുകയും അവരോട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. റെക്കോർഡഡ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും ഓരോ അധ്യാപകന്റെയും ഓരോ ക്ലാസ്സിന്റെയും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതുമായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. അതിനുശേഷം എന്താണ്, ആ പഠിച്ചതിന് ശേഷം ആ ടെസ്റ്റിനെ ആ നോട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമായിട്ട് കിട്ടുകയും ചെയ്യും. അതിനും അപ്പുറത്തേക്ക് എസ് പ്രിപ്പറേഷൻ നിങ്ങൾ ഒരു ഹാഫ് ടോപ്പിക്കുകളൊക്കെ ഒന്ന് കവേർഡ് ആയി വരുന്നു, അല്ലെങ്കിൽ ഒരു 1 month നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയി എനിക്ക് ഏകദേശം കുഴപ്പമില്ലെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് സീരീസ് കൂടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് യൂഷ്വൽ എല്ലാ എക്സാമിനും ഇങ്ങനെ തന്നെയാണ്, എസ്ഐക്ക് മാത്രമല്ല ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് 5 ഫുൾ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഓരോ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല. നമ്മളുടെ 100 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അതിൽ 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും റിമൈനിങ് 55 മാർക്കിന്റെ ജനറൽ ടോപ്പിക്കുകളും ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനത്തെ 5 സ്പെഷ്യൽ ടോപ്പിക്കുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് SIയുടെ അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ, ഇനി ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല മുൻപ് ചോദിക്കാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സംശയങ്ങൾ കൂടി നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ അർജുൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് തൊട്ട് മുമ്പ് ഞാൻ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചൊരു കാര്യം PYQന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതായിരുന്നു. അപ്പൊ അതിലെനിക്ക് നിങ്ങളോട് സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള PYQ 2021 മുതൽ 24 വരെയുള്ള ഡിഗ്രി ലെവൽ എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു PYQ ബുക്ക്. അത് നിങ്ങൾക്ക് 55 മാർക്കിന്റെ ജനറൽ ടോപ്പിക്ക് ക്ലിയർ ചെയ്യുന്നതിന് ഉപകാരപ്പെടും. അതേപോലെ തന്നെ SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഓരോ വർഷത്തെയും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആൻസർ കീ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൂട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സൈക്കോളജി അടക്കമുള്ള എല്ലാ ടോപ്പിക്കിന്റെയും ആൻസർ കീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലേറ്റസ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ പഴയ പേര് മാറ്റി പുതിയ നിയമങ്ങൾ വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് കൂടി, അതായത് പ്രീവിയസ്ലി ഏത് സെക്ഷനിലായിരുന്നു അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, പുതിയതിൽ എവിടെയാണ് അത് വരുന്നത്, എന്താണ് പുതിയ വ്യത്യാസം വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആൻസർ കീ കൂടി ഉൾപ്പെടുന്ന ബുക്കാണത്. അപ്പൊ അത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ കഴിഞ്ഞ വർഷത്തെ PSC ബുക്സിലെ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്ക് കൂടിയായിരുന്നു, അത് ഒരു ബെസ്റ്റ് സെല്ലിംഗ് ആയിരുന്നു. അപ്പൊ അത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് അത് അക്വയർ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസും എന്താണ്, നിങ്ങൾക്ക് ഒരു 1 സ്റ്റോപ്പ് സെന്റർ എന്നതുപോലെ പ്രിയാമ്പിളിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ബൈ ഓൺലൈൻ ഏരിയാസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും എന്തൊക്കെയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും. അവിടെ നിങ്ങൾക്ക് ബുക്സിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ബുക്സിന്റെ മറ്റു കാര്യങ്ങളും പർച്ചേസ് ചെയ്യേണ്ടവർക്കും അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി, അല്ലെങ്കിൽ ഓഫീസ് നമ്പറിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. സോ ഇത് ഇത്രയുമാണ് പ്രിയാമ്പിളിന് SI പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ എഗെയിൻ ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവസരം തരികയാണ്, നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാർ എനിക്ക് തോന്നുന്നു ഒരു മെസ്സേജ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ബാച്ചിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു സാർ. നാളെ മുതൽ ജൂലൈ 1 തീയതി മുതലാണ്. ആക്ച്വലി ക്ലാസ്സസ് ലൈവ് ആണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം 1 ഡേ മുമ്പ് തന്നെ 24 hours മുമ്പ് തന്നെ ക്ലാസ്സസ് ലൈവ് ആക്കിയിട്ടുണ്ട്. സോ നാളെ മുതലാണ് ഒഫീഷ്യലി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ ആക്സസ് ഉണ്ടാവുന്നതായിരിക്കും. സോ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സസ് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ടോപ്പിക്കുകളും കവേർഡ് ആവുന്നതായിരിക്കും. സൈക്കോളജിയുടെയൊക്കെ ടോപ്പിക് അതിൽ അപ്ലോഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കണ്ടു നോക്കാം. നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം. പഠനം സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ട് നിന്നുള്ളൊരു പഠന രീതി ഉണ്ടാവരുത്. അതായത് ഞാനൊരു പരീക്ഷ എഴുതി ഇനിയിപ്പോൾ റിസൾട്ട് വരട്ടെ, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാം, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പഠന രീതി എന്ന് പറയുന്നത് നിങ്ങൾ പ്രിലിംസിന്റെ കട്ട് ഓഫ് മാർക്ക് ബ്രിമ്മിലായിരിക്കും, മെയിൻസിന്റെ കട്ട് ഓഫ് മാർക്കും അവിടെ എത്തുമ്പോഴും ബ്രിമ്മിലായിരിക്കും, ഇന്റർവ്യൂവിന് പോകുമ്പോഴും ചിലപ്പോൾ ഹിന്ദി തള്ളിയൊക്കെ ആരെങ്കിലും അകത്ത് പിടിച്ചിടും, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ഉണ്ടാവും. പക്ഷെ എന്താണ്, നന്ദനയ്ക്ക് തന്നെ അറിയാം നന്ദനയുടെ റാങ്കിൽ ഇപ്പം നന്ദന ഫസ്റ്റ് കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ സെക്കൻഡ് കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു 1/2 മാർക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നന്ദന വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞാൽ ഞാനിപ്പം തന്നെ ജോലിക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇത് ലിസ്റ്റിൽ വന്ന ഒരാളിന്റെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ലിസ്റ്റിൽ വരാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ 1 മാർക്കിന് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വിഷമം ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ SI എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത്തവണത്തെ ഫിലിംസ് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം കിട്ടിയേക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ
കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ള സമയമാണ് ഈ നഷ്ടപ്പെടുത്തുന്നത്. കിട്ടിയില്ലെങ്കിലോ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു ബെസ്റ്റ് പ്രിപ്പറേഷന്റെ സമയമാണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. സോ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ഈ ടോപ്പിക്സ് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക് അറിയാൻ വയ്യാത്ത ഏരിയാസ് ഒരു 1 അല്ലെങ്കിൽ 2 ടൈംസ് പഠിക്കാനുള്ള സമയം ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സോ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്യുന്നതല്ലേ ടൈം കിട്ടുമോ? മെയിൻസ് എക്സാമിനേഷന്റെ കാര്യമല്ലേ ചോദിച്ചത്. മെയിൻസിൽ നിന്നും ലിസ്റ്റ് കോൾ ചെയ്തതിന് ശേഷം ഫിസിക്കലിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി, അതോ ഇപ്പോഴേ നമ്മൾ ഫിസിക്കലി ഏതെങ്കിലും തരത്തിലുള്ള റുട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യണമോ എന്നുള്ളതാണ്. സോ നന്ദനയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഏതായിരിക്കും ബെറ്റർ? ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ ആദ്യത്തെ റിസൾട്ടിൽ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പെട്ടെന്ന് ഫിസിക്കലി വിളിക്കുമോ? ഞാൻ പറയാം. ശരിക്കും എന്റെ ഓർമ്മ ശരിയാണ്, 2023 സെപ്റ്റംബറിലോ മറ്റോ ആയിരുന്നു മെയിൻസ് ഉണ്ടായിരുന്നത്. അതിന്റെ ഫിസിക്കല് 2024 ഫെബ്രുവരി 4 അതായത് ഏകദേശം ഒരു 5 മാസത്തോളം ടൈം, 4 മാസം എങ്ങനെയായാലും കിട്ടിയായിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ ഫിസിക്കലിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 മാസത്തിൽ കൂടുതൽ എന്തായാലും ആ ഫിസിക്കല് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, എന്റെ ഒരു മിസ്റ്റേക്ക് കാരണം. പിന്നെ ഈ വട്ടം വന്നപ്പോഴേക്കും നമ്മളുടെ മെയിൻ ലിസ്റ്റ് വന്നത് നവംബറിലാണ്. നവംബർ 26 മറ്റോ ആണെന്നാണ് തോന്നുന്നത്. ജനുവരി 15 ഈ വട്ടത്തെ ഫിസിക്കല് നടന്നത്. അപ്പൊ കഴിഞ്ഞ വട്ടം നടന്ന കണക്ക് ഫെബ്രുവരി ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഫിസിക്കല് നടക്കുന്നത്. പക്ഷെ ഈ വട്ടം ലിസ്റ്റ് വളരെ ചുരുങ്ങി. ജനുവരി 15, 16 ദിവസങ്ങൾ, 2 ദിവസം കൊണ്ടിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉള്ള എല്ലാവർക്കും, അതിനകത്ത് ഗേൾസിന് എല്ലാവർക്കും തൃശ്ശൂര് കേരള പോലീസ് അക്കാഡമിയിൽ വെച്ചിട്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നത്. ബാക്കി ബോയ്സിന് തിരുവനന്തപുരത്ത്, അങ്ങനെ ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 3ഓ 4ഓ ജില്ലയിലായിട്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ്. 2 ദിവസം കൊണ്ട് അവർ ഫിസിക്കൽ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. ഇങ്ങനെ ആയിരുന്നില്ല 2023 അവസ്ഥ. ഏകദേശം ഒരു 15 ദിവസത്തോളം എടുത്തായിരുന്നു ഫിസിക്കൽ തീർത്തിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം വന്നപ്പോൾ വീണ്ടും അത് മാറി. അപ്പൊ നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്ത് ഈ വട്ടത്തെ നിങ്ങളുടെ ലിസ്റ്റിനകത്ത് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആദ്യത്തെ എന്റെ ഫിസിക്കൽ പ്രാക്ടീസിന് എനിക്ക് 4 മാസത്തോളം കിട്ടി. രണ്ടാമത്തതായപ്പോഴേക്കും 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഷ്ടി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന സമയത്തായിരിക്കും ഇവർ വിളിക്കുന്നതെന്നുള്ളത്. ഒരു കാര്യമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ, 2026 ജൂൺ 10 നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് വരും എന്നുള്ളത്. ഇത് മാത്രമാണ്. കാരണം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതോടുകൂടി അവസാനിക്കും. ജൂൺ 9 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. പിറ്റേന്ന് തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഉറപ്പിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റുന്നത്. ഫിസിക്കല് ഞാൻ പറയുന്നത്, ഇപ്പം എനിക്കറിയില്ല ഈ ചോദിക്കുന്ന ഓരോരുത്തരും എന്തുമാത്രം ഒരു ഫിസിക്കൽ കണ്ടീഷനിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരും ഭയങ്കര ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന ഇപ്പൊ 8 ഇവന്റ്സ് ബോയ്സിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 4 ഇവന്റ്സ് അപ്പർ ബോഡി കൈയുടെ സ്ട്രെങ്ത് നോക്കുന്നതും 4 ഇവന്റ്സ് കാലിന് കൂടുതൽ എഫേർട്ട് വേണ്ടി വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളായി ആവാനാണ് സാധ്യത. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഒരു ഡിവിഷൻ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഈ സമയം തന്നെ കണ്ടുപിടിക്കാം. പിന്നെ ഫിസിക്കലിന് പോകുന്നതിന് മുമ്പ് ഏറ്റവും ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 5 ഇവന്റ്സ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകരുത്. കാരണം മൊത്തം 8 ഇവന്റ്സ് ഉണ്ട്. ഈ 8 ഇവന്റ്സിനകത്ത് 5 ഇവന്റ്സ് ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടത്. പക്ഷെ ഈ 5 ഇവന്റ്സിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ പോകരുത്. നിങ്ങൾ മിനിമം 7 എണ്ണം 8 എണ്ണവും പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലത്. ഒരെണ്ണമെങ്കിലും എക്സ്ട്രാ 6 എണ്ണമെങ്കിലും കയ്യിൽ കോൺഫിഡന്റ് ആയിട്ട് വെച്ചിട്ടേ അങ്ങോട്ടേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ എന്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പോഴേ ഓടിത്തുടങ്ങുന്നത് നല്ലതാണ്. രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ, അത് 1 മണിക്കൂറോ നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചുകൂടി എനർജി തരും. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടെ ഹെൽത്ത് വൈസ് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം മെയിൻസ് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അവർ വിളിച്ചാൽ പാനിക് ആവാതെ നമുക്ക് പോയി ചെയ്യാൻ പറ്റും. ഒപ്പം തൊട്ടടുത്ത് ഏതെങ്കിലും ഫിസിക്കൽ അക്കാഡമികളോ മറ്റോ ഉണ്ട് എങ്കിൽ അത്യാവശ്യം റോപ്പ് ക്ലൈംബിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല ജിമ്മിൽ പോയിട്ടാണെങ്കിലും ബൈസെപ്സിനും ട്രൈസെപ്സിനും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങളുടെ കുറച്ചും കൂടെ ബോഡി, ചിലപ്പോൾ നിങ്ങൾക്ക് ലെഗിന് സ്ട്രെങ്ത് കുറവായിരിക്കും, അങ്ങനെ ലെഗ് വർക്ക്ഔട്ട് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് സ്ട്രെങ്ത് കുറവുള്ളത് അതിനകത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മെയിൻസ് കഴിഞ്ഞിട്ട് ഫിസിക്കലിനുള്ള ആ ഒരു പീരീഡ് കംപ്ലീറ്റ്ലി നിങ്ങൾ ഗ്രൗണ്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഗ്രൗണ്ടിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലാതെ മറ്റേ ഗ്രൗണ്ട് വർക്ക്ഔട്ട് അല്ല, ഗ്രൗണ്ടിൽ പോയിട്ട് ഓട്ടം ചാട്ടം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഹൈ ജമ്പ് ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യുക.
അത് ചെയ്യുന്ന സമയം അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ജിമ്മിലോ വല്ലതും പോയി നിങ്ങളുടെ ബോഡി ഫിറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. അത് ചെയ്യുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ Okay. So I think it's time to wind up. Nandana, thank you for being part of this webinar. Okay. So എല്ലാവർക്കും ഒരു നല്ലൊരു ധാരണ കിട്ടിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് വെബിനാർ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു.